ഹലോ, വാട്ട ഈറ്റിൻ്റെ വ്ളോഗ് ചെയ്താലോ? അപ്പോൾ അതിനായി രാവിലെ ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഇന്ന് അമ്മ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പവും ഗ്രീൻ പീസൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം 12 മണിയായി. അപ്പോഴത്തേക്കും ചോറിന് അച്ചിങ്ങ പയറും പുളിശ്ശേരിയും മാങ്ങാക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. അപ്പം അതൊക്കെ കഴിച്ചു. അതിന് ശേഷം ഇന്ന് സന്ധ്യവേലയായിരുന്നു. തിരുവാതിര ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ തുറവൂർ മഹാക്ഷേത്രത്തിൽ പ്രത്യേകം വഴിപാടാണ് സന്ധ്യവേല. അപ്പം അവിടുന്ന് കുറച്ച് കറികളൊക്കെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ്. അമ്മ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയാണ് ആ കറികളൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. കറികളെന്ന് വെച്ചാൽ ക്യാബേജ് തോരനുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, നല്ല നാടൻ സാമ്പാർ, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ അമ്പലത്തിലെ സ്പെഷ്യൽ പാൽപ്പായസം. അവിടെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം. അപ്പോൾ അതൊക്കെ കൂട്ടി വൈകുന്നേരം ചോറിന് കഴിച്ചു. നാളെ ഉണ്ട് പരിപാടി. നാളെ മോൻ്റെ സ്കൂളിലും പ്രത്യേക പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടി വൈകുന്നേരം ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗെന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് കഞ്ഞി തന്നിട്ടുണ്ടായിരുന്നു. പുഴുക്കല്ല, കഞ്ഞിയായിരുന്നു തന്നിരുന്നത്, ഗോതമ്പ് കഞ്ഞി. അപ്പം അതൊക്കെ കഴിച്ചു. അതാണ് ഞാൻ ചായക്ക് പകരം വൈകുന്നേരം കഴിച്ചത്. ഗോതമ്പ് കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഇന്ന് വയറൊക്കെ നിറഞ്ഞു. അപ്പം നാളെ ഉണ്ട് ഇതുപോലെ ഒരു പരിപാടി മോൻ്റെ സ്കൂളിൽ. അപ്പം അതൊക്കെ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെ പോലെയും എന്നെ സപ്പോർട്ട് ചെയ്യുക. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു തിരുവാതിര ദിവസം നേരുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല ശുഭകരമായിട്ട് ഈ തിരുവാതിര നാളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വ്ളോഗിലൂടെ കാണുന്നവരെയും ടാറ്റാ.